നമസ്കാരം. ശബരിമലയിൽ നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ആചാര ലംഘനങ്ങളാണ് പത്തനംതിട്ടയിൽ എന്റെ ചോര തിളക്കുന്നു എന്ന ഈ പരിപാടി ചർച്ച ചെയ്യുന്നത്. സമ്പന്നർക്ക് വേണ്ടി മാത്രമായി ആചാരങ്ങൾ ശബരിമലയിൽ ലംഘിക്കപ്പെടുന്നു എന്നാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത്. ഈ മാസം 10-ന് അസ്വാഭാവികമായി എന്തെങ്കിലും ശബരിമലയിൽ നടന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം രാഹുൽ ഈശ്വർ, പൃഥ്വിപാൽ, ശബരിമല ആചാര സംരക്ഷണ സമിതി, ശ്രീരംഗനാഥൻ, സാമൂഹ്യ പ്രവർത്തകൻ, ഹരി ഇലന്തൂർ, മാധ്യമ പ്രവർത്തകൻ, കടകംപള്ളി സുരേന്ദ്രൻ, അജയ് തറയിൽ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ ഹരി ഇലന്തൂർ, എന്താണ് 10-ാം തീയതി നടന്നത് എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? 9-ാം തീയതി രാത്രിയാണ് ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ള 6 സ്ത്രീകളും എറണാകുളത്തു നിന്നുള്ള 4 സ്ത്രീകളും ഉൾപ്പെടെ 10 അംഗ സ്ത്രീകളും ശേഷിച്ച 5 പേരും കൂടി 15 പേരടങ്ങിയ സംഘമാണ് ശബരിമലയിൽ എത്തിയത്. ഇതിൽ എറണാകുളത്ത് നിന്ന് വന്ന 4 പേരിൽ 2 പേർ യൗവനയുക്തകളായ സ്ത്രീകളായിരുന്നു. ഒരാൾക്ക് 38 വയസ്സ്, മറ്റൊരാൾക്ക് 45 വയസ്സ്. ഇവർ ദർശനത്തിന് വേണ്ടി പമ്പയിലെത്തിയപ്പോൾ പമ്പയിലെ ഒരു ദേവസ്വം ഗാർഡാണ് ഇവരെ കടത്തിവിട്ടത്. ഇവർ ശബരിമലയിൽ എത്തിയപ്പോൾ സുനിൽ സ്വാമിയുടെ ആളാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇവരെ പോലീസും ദേവസ്വം ഗാർഡുകളും കൂടി ആനയിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 10-ാം തീയതി രാവിലെ ഗണപതി ഹവനം മുതൽ ഉഷപൂജ, സഹസ്രകലശം, ഉച്ചപൂജ, ദീപാരാധന, വൈകിട്ട് ശബരിമല പടിപൂജ നടത്തി ഹരിവരാസനം പാടുന്നവരെ ഇവർ ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ഇതിന് ഉത്തരവാദി ശബരിമല തന്ത്രിയാണ്. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് ആവശ്യമില്ലാതെ ഈ 10-ാം തീയതി നട തുറക്കാൻ വേണ്ടി ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്യുകയായിരുന്നു. അതനുസരിച്ചാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചത്. തുടരുക. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, 10-ന് അസ്വാഭാവികമായി ദേവസ്വം അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൽ എന്തെങ്കിലും നടന്നതായി താങ്കൾക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ? ഈ സോഷ്യൽ മീഡിയയിൽ നടന്ന ഒരു പ്രചരണമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇങ്ങനെ യൗവനയുക്തകളോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിധേയമല്ലാത്ത തരത്തിലോ സ്ത്രീകൾ ശബരിമല ദർശനം നടത്തി എന്നുള്ള ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ ദേവസ്വം കമ്മീഷണറോടും വിജിലൻസ് വിഭാഗത്തോടും അന്വേഷിച്ച റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥൻ എന്നെ അറിയിച്ചത് ആ ചിത്രത്തിൽ കണ്ട 2 സ്ത്രീകളെ എറണാകുളത്ത് ചെന്ന് കണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ 50 വയസ്സ് കഴിഞ്ഞവരാണ് എന്നുള്ള രേഖകളെല്ലാം തന്നെ അവർ ഹാജരാക്കി. ആ ചിത്രത്തിൽ കണ്ടതായിട്ടുള്ള സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ആര് സംസാരിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. 38 45 വയസ്സ് പ്രായമായിട്ടുള്ള ആളുകൾ അതിനകത്ത് കടന്നു എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അന്വേഷണം നടത്തിയപ്പോൾ പ്രാഥമികമായിട്ട് കിട്ടിയ റിപ്പോർട്ട് ഇതാണ്. ഇപ്പോൾ രണ്ട് സ്ത്രീകളുടെ ചിത്രം അതിനകത്തുണ്ടായിരുന്നു. അവരാണ് ഈ 50 വയസ്സ് പൂർത്തിയാകാത്തവരെന്ന് കരുതിയിരുന്നത്. അവരെ നേരിൽ കണ്ട് വിജിലൻസിന്റെ സബ് ഇൻസ്പെക്ടർ നേരിൽ കണ്ട് അവരുടെ രേഖകളെല്ലാം പരിശോധിച്ചപ്പോഴത്തേക്ക് 50 വയസ്സ് കഴിഞ്ഞവരാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതായിട്ടാണ് മിനിസ്റ്റർ എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹം അറിയിച്ച വിവരം. എനിക്കിത് മാത്രമേ അറിയാവൂ. 2 സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. ആകെ 10 സ്ത്രീകളാണ് ശബരിമലയിൽ എത്തിയിരുന്നത്. ഇത് 6 പേര് ചെർപ്പുളശ്ശേരിയിൽ നിന്നുള്ളവരും 4 പേര് എറണാകുളത്ത് നിന്നുമാണ്. ഇതിൽ 2 സ്ത്രീകളാണ് യൗവനയുക്തകളായി ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരെ വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. മിനിസ്റ്റർ, അതിനപ്പുറത്തേക്ക് ഇപ്പോ അവിടെ നിന്നുള്ളവർ പറയുന്നത് 10-ാം തീയതി രാവിലെ നട തുറക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ 10-ാം തീയതി 9-ാം തീയതി രാത്രി തന്നെ നടയടക്കാതെ 11 വരെ അത് കൊണ്ടുപോയി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെയുള്ള ആചാരങ്ങളിൽ പെട്ടെന്ന് തന്ത്രിക്ക് മാറ്റം വരുത്താൻ കഴിയുമോ? ഞാൻ മനസ്സിലാക്കുന്നത് തന്ത്രി മാത്രമല്ല ദേവസ്വം ബോർഡും അതിന് ഉത്തരവാദിത്വമുണ്ടെന്നാണ്. തന്ത്രിയും ദേവസ്വം ബോർഡും കൂടെ ചേർന്നുകൊണ്ട് അത്തരമൊരു ആചാരത്തിൽ മാറ്റം വരുത്തി 10-ാം തീയതി നട തുറക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ്. അന്ന് നട അടയ്ക്കേണ്ട ദിവസമായിരുന്നു എന്നാണ്. ഏത് സാഹചര്യത്തിലാണ് അന്ന് നട തുറന്നതെന്നും എന്തുകൊണ്ട് അന്നത്തെ ദിവസം പടിപൂജയ്ക്ക് അനുവാദം കൊടുത്തു എന്നുള്ളതെല്ലാം തന്നെ പരിശോധനാ വിഷയമാക്കേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ആകെ കൂടെ ഒരു പരിശോധന ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
തുടരുക. ദേവസ്വം ബോർഡ് അംഗം അജയ് തറയിൽ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അജയ് തറയിൽ, ദേവസ്വം ബോർഡ് കൂടി ഉത്തരവാദിത്തമുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് മന്ത്രി പറയുന്നത്. താങ്കൾക്ക് എന്താണ് 10-ന് അല്ലെങ്കിൽ 9-ാം തീയതി രാത്രി നടയടച്ച് 11-ാം തീയതി തുറക്കേണ്ടത് 10-ന് നീട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം? ഈ 9-ാം തീയതി രാത്രി 11-ന് നടയടച്ച് ഭസ്മാരൂഢനായി രുദ്രാക്ഷമാല അണിയിച്ച് കയ്യിൽ ജപദണ്ഡം കൊടുത്തുകൊണ്ട് നട അടക്കുകയും പിറ്റേന്ന് വൈകിട്ട് 5 മണിക്ക് നട തുറക്കുകയും ചെയ്യുക എന്നത് ഒഴിവാക്കിക്കൊണ്ട് തന്ത്രി എടുത്ത ഒരു തീരുമാനമാണ്. എന്നോട് ആലോചിച്ചിട്ടില്ല, മറ്റു മെമ്പർ അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. എന്നോട് ഏതായാലും ആലോചിച്ചിട്ടെടുത്ത തീരുമാനമല്ല. അങ്ങനെ തീരുമാനമുണ്ടായി, അത് കുഴപ്പമില്ല, ആയിക്കോട്ടെ എന്ന ധാരണയിൽ ഞാൻ നിന്നതിനപ്പുറത്തേക്ക് ഒരു ബോർഡ് തീരുമാനമോ ബോർഡുമായി ആലോചിച്ചുള്ളൊരു തീരുമാനമോ അല്ല. അത് തന്ത്രിയുടെ യുക്തിയാണ്. അത് ഇത് കാരണം ഒരു കുറച്ച് സമയത്തേക്ക് മാത്രം നടയടച്ചിടുക എന്ന് പറയുന്ന അതിനെ വിമർശിക്കാൻ ആളുകളുണ്ടാകും. ഇതിനു മുമ്പ് 2-3 ദിവസമൊക്കെ നട തുറന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മണ്ഡലപൂജ കഴിഞ്ഞ് അപ്പോൾ തന്നെ വന്നതിന്റെ പേരുണ്ട്. ഇപ്പൊ ഉത്സവത്തിന് നമ്മൾ നട തുറക്കും, എത്ര ദിവസം തുറക്കും എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊക്കെ തന്ത്രി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. അതില് ദേവസ്വം ബോർഡ്, പക്ഷെ ഇത് ഓൺ ചെയ്യാൻ ദേവസ്വം ബോർഡ് ബാധ്യതയുണ്ട്. ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കും ദേവസ്വത്തിൽ നടന്ന സംഭവവികാസങ്ങളെ ഓൺ ചെയ്യാതെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല എന്നതിന്റെ പേരിൽ ഉത്തരവാദിത്തം എടുക്കാം. അല്ലാതെ മറ്റു മെമ്പർ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും അറിഞ്ഞു, എന്നോട് ആലോചിച്ചുകൊണ്ട് ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഒരുപക്ഷെ കൂടുതൽ ഭക്തർക്ക് നട അധിക സമയം തുറന്നു വെക്കുന്നത് കൊണ്ട് തൊഴാനുള്ള അവസരം കിട്ടുന്നതിനെ ഒരുപക്ഷെ ആരും എതിർക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ശബരിമലയുടെ കലണ്ടറിൽ ഇല്ലാത്ത 10-ാം തീയതി നട തുറക്കുന്നതിലൂടെ സമ്പന്നരായ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം ദർശനം ലഭിക്കുന്നു. അവിടെ യൗവനയുക്തയായ സ്ത്രീകൾ പോലും എത്തിച്ചേരുന്നു. ഈ പടിപൂജ അടക്കമുള്ള കാര്യങ്ങൾ സുനിൽ സ്വാമി എന്നയാൾ മറിച്ചു വിൽക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങളാണ് നിലനിൽക്കുന്നത്. അത് വെറും ആക്ഷേപങ്ങളാണ്, തെളിയിക്കപ്പെട്ടിട്ട കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആക്ഷേപങ്ങൾ എന്ന് മാത്രമായി ഞാൻ അതിനെ ചുരുക്കുകയാണ്. അല്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഏതായാലും ഞാൻ അവിടെ വർഷങ്ങളായി പോകുന്ന ഒരാളാണ്. ഞാൻ വർഷങ്ങളായി ചെല്ലുമ്പോഴൊക്കെ സുനിൽസ്വാമി അവിടെ ഉണ്ട്. സുനിൽസ്വാമി, ഞാൻ 20-25 വർഷമായി ഞാൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാളാണ്. ഇങ്ങേര് ഇവിടെ ഇരിക്കുന്നതിനെ കുറിച്ച് ആ വർഷങ്ങളിലേ എനിക്കറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് 2015 നവംബർ 15-ാം തീയതി കൊല്ലത്ത് നിന്ന് വിളിച്ചുകൊണ്ടുവന്ന് ഞങ്ങൾ ആരും അവിടെ ഇരുത്തിയതല്ല സുനിൽസ്വാമിയെ. അദ്ദേഹം വർഷങ്ങളായി അവിടെ ഇരിക്കുന്നതാണ്. അദ്ദേഹമാണ് ആ ഗോശാലയെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹമാണ് സ്വാമിക്ക് ആവശ്യമുള്ള അഭിഷേകത്തിനുള്ള ദ്രവ്യങ്ങൾ കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ആണ് ഇത് വർഷങ്ങൾ നടത്തുന്ന കാര്യമാണ്. അദ്ദേഹത്തെ വിലക്കാൻ അധികാരം നമുക്കില്ല. ഞാൻ വിലക്കാൻ ശ്രമിച്ച ആളാണ്. അപ്പോഴാണ് പറയുന്നത് അദ്ദേഹം ആ സ്വഭാവത്തിൽ കയറി തൊഴുന്നത്. അദ്ദേഹം നിത്യപൂജയുടെ പൈസ അടച്ചുകൊണ്ട് എല്ലാ പൂജയും തൊഴാനുള്ള പൈസ അടച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരാളെ ഒഴിവാക്കാനുള്ള അവകാശം എനിക്കില്ല. ഒരു ഭക്തരുടെ നിലയിൽ അദ്ദേഹം നിൽക്കുന്നു. അല്ലാതെ സുനിൽസ്വാമി എന്ന് പറയുന്ന വ്യക്തിയും ചിലർക്ക് മാത്രമായി ശബരിമലയിൽ പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ? അങ്ങനെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവർ മറച്ചു വെക്കുന്നതായി ഗവൺമെന്റിന് റിപ്പോർട്ടുണ്ടോ? അല്ല, ഇപ്പൊ ശ്രീ അജയ് തറയിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അജയ് തറയിൽ പറഞ്ഞത് സുനിൽസ്വാമി അവിടെ വർഷങ്ങളായിട്ട് അവിടെ പണം മുഴുവൻ അടച്ച് എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം തന്നെ സംഗതികളെ കൈകാര്യം ചെയ്തു എന്നാണ്. അങ്ങനെ ഒരുപറ്റം പണക്കാരന്മാർക്ക് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരിടമാക്കി നമുക്ക് ഒരിക്കലും ശബരിമലയിലെ സന്നിധാനത്തെ മാറ്റാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് തികഞ്ഞ ഒരു നിന്ദയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിസമ്പന്നന്മാരായിട്ടുള്ള ആളുകൾ 365 ദിവസക്കാലവും അവിടെ ആവശ്യം വേണ്ട പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പണവും അടച്ചിട്ട് അവർ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുക, അവർ ആളെ കൊണ്ടുവരിക, അവർ സന്നിധാനത്തെ കാര്യങ്ങളെല്ലാം നോക്കുക, തന്ത്രിയെയും അതുപോലെ തന്നെ അവിടുത്തെ പൂജാരിമാരെയും സ്വാധീനിച്ച് കാര്യങ്ങൾ നിശ്ചയിക്കുക. അത്തരമൊരു നീക്കം നടത്തുന്നതിനെ നമുക്ക് എങ്ങനെയാണ് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുക? ഒരിക്കലും അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല. എന്ത് മാറ്റം വരുത്താൻ പറ്റുമെന്നത് ദേവസ്വം ബോർഡുമായിട്ട് ആലോചിച്ച് ഉചിതമായിട്ട് തീരുമാനം എടുക്കണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് കരുതുന്നത്. അല്പം മുമ്പ് ശ്രീ അജയ് തറയിൽ പറഞ്ഞത് സുനിൽ സ്വാമിയെ എനിക്ക് വിലക്കാൻ പറ്റില്ല എന്നാണ്. ദേവസ്വം ബോർഡാണ് അവിടുത്തെ ഭരണസമിതി എന്നതിനാൽ ഒരാളെയും വിലക്കാനുള്ള അവകാശം ദേവസ്വം ബോർഡിന് ഇല്ല. അല്ലെങ്കിൽ ഈ നിലയിൽ ദുസ്വാധീനം ചെലുത്തുന്നവരെ വിലക്കാൻ ദേവസ്വം ബോർഡിന് കഴിയില്ല എന്നുണ്ടോ? നിശ്ചയമായിട്ടും നികേഷ്, എന്റെ മാന്യ സ്നേഹിതന്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. സുനിൽ സ്വാമി എന്നല്ല,
ആരെ വേണമെങ്കിലും വിലക്കാനുള്ള അധികാരം. അത് അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഹാനികരമാകുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ആരായിരുന്നാലും ശരി, അവരെ വിലക്കാനുള്ള അധികാരം ദേവസ്വം ബോർഡിനുണ്ട്. ദേവസ്വം ബോർഡ് അത് ചെയ്യണം. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സമ്പന്നരായ ആളുകൾ അവിടെ വരുന്നതിനോട് എന്തായാലും നമുക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാൻ കഴിയില്ല. എല്ലാതരം ആളുകൾക്കും അവിടെ വരണം. പക്ഷേ ഇത്തരം ആളുകൾ അവിടുത്തെ സാഹചര്യങ്ങൾ മുതലെടുക്കുന്നു എന്ന തോന്നലുണ്ടാകുമ്പോൾ അതെന്താണ് എന്ന് പരിശോധിക്കുകയും ആ വരുന്ന ആളുകൾ തെറ്റ് വരുത്തുന്നുണ്ട് എങ്കിൽ അവരെ വിലക്കേണ്ട ചുമതല നിങ്ങളുടെ ദേവസ്വം ബോർഡിനില്ലേ? നിശ്ചയമായിട്ടും ദേവസ്വം ബോർഡിന്റെ ചുമതല തന്നെയാണത്. ആരെയും നമുക്ക് വിലക്കേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ അക്കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. നമുക്ക് ഭക്തി താല്പര്യത്തോടു കൂടി വരുന്ന അല്ലെങ്കിൽ അജയ് തറയലിനോട് കൂടി ചോദിച്ചോട്ടെ. അജയ് തറയൽ, താങ്കളുടെ ഉത്തരവാദിത്തമല്ലേ അത്? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ലേ അത്? തീർച്ചയായിട്ടും ഇത് ഈ മാനുഫാക്ചേഴ്സ് നടന്നുവെങ്കിൽ നടപടിയെടുക്കുകയും വിലക്കുകയും ചെയ്യുകയും തന്നെ ചെയ്യും. അതിന് ഒരു തരത്തിലുള്ള, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, 2015 വൃശ്ചികം 1-ാം തീയതി ഞാൻ ചെന്ന അന്ന് മുതൽ പഠിച്ച എക്സ്പീരിയൻസ്, അവിടെ കോടാനുകോടി രൂപ ദേവസ്വം ബോർഡിന് വരേണ്ട പൈസ പല തലത്തിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഈ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് ജീവിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമെന്ന രീതിയിലാണ് ഞങ്ങളെ പല ആളുകളും പെരുമാറിയത്, യൂണിയൻ നേതാക്കന്മാരടക്കം. അതുപോലെ ഈ ദൈനംദിന ദേവസ്വം ബോർഡിന് വരേണ്ട പൈസ പല തരത്തിലുമാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന താങ്കളുടെ തുടക്കത്തിലുള്ള ആ വാചകത്തിന്റെ വിശദീകരണം. കാശ് വാങ്ങുന്നതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ എതിർക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഇതിനകത്ത് പൂർണ്ണമായി ചില ആളുകൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ജീവനക്കാരടക്കമുള്ള, അവിടുത്തെ ഗാർഡുകൾ അടക്കമുള്ള, അവിടുത്തെ പോലീസ് അടക്കമുള്ള, ഫോറസ്റ്റ് അടക്കമുള്ള, ഡ്യൂട്ടിയുള്ള ആളുകളടക്കമുള്ള ആളുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ചെറുക്കാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ വളരെ പീഡനമാണ് ഞങ്ങൾക്കുണ്ടായത് എന്ന കാര്യം ഞാൻ വേദനയോട് പറയാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി പിന്തുണക്കുകയാണെങ്കിൽ ഈ അവിടുത്തെ മുഴുവൻ അഴിമതി തുടച്ചു. അജയ് തറയൽ, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ അവിടെ കാണിക്ക മോഷണം വരെ ഉണ്ട് എന്നാണോ പറയുന്നത് ജീവനക്കാരുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടി? ഞാൻ പറയുന്നില്ല, പക്ഷെ മോശം ചെയ്ത ആളെ സസ്പെൻഡ് ചെയ്താൽ 2 ആഴ്ച കഴിഞ്ഞാൽ തിരിച്ചെടുക്കണമെന്നാണ് പലരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നികേഷേ, എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആരോപണമാണ്. ഭക്തരുടെ കാണിക്ക എന്ന് പറയുന്നത് അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗമാണ്. അത് അവിടുത്തെ ജീവനക്കാർ ഇടപെട്ട് മോഷ്ടിക്കുക. അത് മാത്രമല്ല, അവരെ സസ്പെൻഡ് ചെയ്ത് ഉടനെ അവരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം മുകളിൽ നിന്ന് വരിക. ഞാനത് പരസ്യമായി പ്രതികരിച്ചത് കൊണ്ട് മാത്രമാണ് രണ്ടാമത് ഒരാഴ്ചക്കുള്ളിൽ എണ്ണാൻ തുടങ്ങിയത്. കോടാനുകോടി രൂപ പൂട്ടിയിട്ട് പാട്ടത്തായിട്ട് പൂട്ടിപ്പോത്തു ജീവനക്കാര് ഉത്തരവാദിത്തമില്ലാതെ. അതിന് ചില ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് അതിനെ പിന്തുണച്ചത്. മിനിസ്റ്റർ, കാര്യത്തിൽ താങ്കളുടെ മറുപടി? അല്ല, അജയ് തറയൽ പറയുന്നത് പോലെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ഏത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഗവൺമെന്റ് കരുതുന്നത്. അമ്പലത്തിൽ വരുന്നവരിൽ സമ്പന്നനെന്നും പാവപ്പെട്ടവനും എന്നുള്ള വ്യത്യാസം ഇവിടെ കൃത്യമായി ഒരു ദേവസ്വം ബോർഡ് മെമ്പർ പറയുന്നത് അവിടെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ കാണിക്ക മോഷണം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ അഴിമതി നടക്കുന്നുണ്ട് എന്നാണ്. ഇത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമല്ല. അങ്ങനെ അഴിമതി ജീവനക്കാരുടെ നേതൃത്വത്തിൽ അഴിമതി നടക്കുന്നുണ്ടോ എങ്കിൽ അതിന്റെ മേൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. ദേവസ്വം ബോർഡ് അതിന് അറസ്റ്റ് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവസ്വം ബോർഡ് അഴിമതിക്കാരെ സംരക്ഷിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നടപടി എടുത്തവരെ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യം എവിടെ നിന്നോ വരുന്നു. അതെല്ലാം അദ്ദേഹത്തിനോട് ചോദിച്ചാലേ പറയുള്ളൂ. അത്തരം അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ തിരികെ എടുക്കണമെന്ന് ആരെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന അഭിപ്രായം തന്നെയാണ് ഗവൺമെന്റുള്ളത്. ഒരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് അഴിമതി നടക്കുന്നത് കേൾക്കട്ടെ. കാരണം ഇതൊക്കെ ആളുകൾ അറിയേണ്ടതാണ്. കാരണം ഇന്നിപ്പോ മലയാളിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ദൈവങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻ. ആ അയ്യപ്പന് കാണിക്കയിടുന്നത് ജീവനക്കാരുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലേക്കോ ആണ് പോകുന്നതെങ്കിൽ അത് തുറന്നു പറയുക. താങ്കൾക്ക് ഏറ്റവും കുറഞ്ഞത് ദൈവാനുഗ്രഹം കിട്ടും. നിശ്ചയമായി ഞാൻ അജയനോടാ ചോദിച്ചേ. ദേവസ്വം ബോർഡ് അത്തരം സംഗതികൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ദേവസ്വം ബോർഡ് ജീവനക്കാരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്.
ദേവസ്വം ബോർഡ് ജീവനക്കാരാണ്. അജയ് തറയിൽ അതിന് പറയൂ, താങ്കളാണ് മറുപടി പറയേണ്ടത്. നികേഷ്, ഇവിടെ ഈ വരുന്ന ആളുകളെ സോപാനത്ത് കയറ്റി തൊഴിയിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. വരുന്ന മുഴുവൻ ആളുകളും VIP കളായിട്ട് വന്ന് തൊഴുക. ഇതിനെല്ലാം വലിയ മാനുഫാക്ചേഴ്സ് നടന്നുകൊണ്ടിരിക്കുക അവിടെ. അത് വിടൂ, അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഒരു വലിയൊരു ഭൂതത്തിനെയാണ് പുറത്തു വിട്ടിരിക്കുന്നത്. താങ്കൾ പറയുന്നു അവിടെ വ്യത്യസ്ത തലങ്ങളിൽ അഴിമതി നടക്കുന്നുണ്ട്, ആർക്കെങ്കിലും എതിരെ അച്ചടക്ക നടപടി എടുത്താൽ ഉടനെ അവരെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം മുകൾ തട്ടിൽ നിന്ന് വരുന്നു എന്നാണ്. അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ അഴിമതിയാണ് നടക്കുന്നത്? വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം, ഈ സോപാനത്തിന്റെ അടക്കമുള്ള വിഷയങ്ങളിലേക്ക് വരാം. ഇവിടെ പൂജക്ക് റെസീറ്റ് അടച്ചിട്ടുള്ളവർ, അതുപോലെ ഈ പുഷ്പാഭിഷേകത്തിന്റെ പൂജ, അങ്ങനെ കുറെ ആളുകൾക്ക് മാത്രമേ അവകാശമുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ട് VIP എന്ന് പറയുന്ന ഗണമുണ്ട്. VIP എന്ന് പറയുന്ന ഗണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് VIP അവരെയെല്ലാം അവിടെ കയറ്റി തൊഴിയിക്കാം. ഞാൻ ഇതിന് മുമ്പത്തെ ഞാൻ ചെന്ന സമയത്ത് അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവിടുത്തെ ഗേറ്റ് ഞാൻ പൂട്ടിച്ചു. ഗേറ്റ് പൂട്ടിച്ച് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പമ്പയിൽ എത്തിയപ്പോൾ എനിക്ക് വിളി വന്നു. ബഹുമാനപ്പെട്ട ഈ ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്തല്ല, ഗവൺമെന്റിൽ നിന്നുമല്ല വിളി ഉണ്ടായത്. വളരെ ഉത്തരവാദിത്വമുള്ള അവിടുത്തെ ഭരണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്ന ചില ആളുകളാണ് അത് പറ്റത്തില്ല, കൊടുക്കണം എന്ന് പറഞ്ഞ് തുറന്നു കൊടുത്തു. അപ്പോൾ അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് ഈ സോപാനത്തേക്ക് VIP ഗസ്റ്റുകളെ അനുവദിക്കുന്നതിനെ കുറിച്ചാണ്, അതിന് പണം ഈടാക്കാത്തതിനെ കുറിച്ചാണ്. അത് നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ആദ്യം പറഞ്ഞ അഴിമതി വിഷയത്തിലേക്ക് താങ്കൾ തിരിച്ചു വന്നിട്ടുമില്ല, നമുക്ക് അതിലേക്ക് വരേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ ആദ്യത്തെ വിഷയത്തിലേക്ക് തിരികെ പോവുകയാണ്. ഒന്ന്, യൗവനയുക്തകളായ സ്ത്രീകൾ 10-ാം തീയതി രാവിലെ നട തുറക്കാൻ പാടില്ലായിരുന്നിട്ടും നട തുറക്കുകയും അവർ അവിടെ വന്ന് തൊഴുകയും ചെയ്തു എന്നാണ്. അവിടെയുള്ള എല്ലാ പൂജകളും സാധാരണഗതിയിൽ 10-ന് പൂജ ഉണ്ടാകാൻ പാടില്ല, പക്ഷേ ഒരു പ്രത്യേക ദിവസമായി കണക്കിലെടുത്ത് തന്ത്രി സ്വന്തം ഉത്തരവാദിത്വത്തിൽ അന്നത്തെ ദിവസം ദർശനത്തിന് അനുവദിക്കുകയും ചെയ്തു. ഈ നിലയിലുള്ള ചിട്ടകളിൽ, ആചാരങ്ങളിൽ മാറ്റം ഉണ്ടാക്കാറുണ്ടോ? അത് ഒരു പതിവ് രീതി ആവർത്തിച്ചത് മാത്രമാണോ, അതോ പ്രത്യേകിച്ച് സമ്പന്നർക്ക് മാത്രമായി പ്രത്യേകമായി ഒരു സെഷൻ അനുവദിക്കുകയാണോ ഉണ്ടായിട്ടുള്ളത്? നികേഷ് സാർ, ദൈവത്തെക്കുറിച്ചാണ്, അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ ഹിന്ദു പുരാണങ്ങളിൽ കേരളത്തിൽ ജനിച്ച ഏക ദൈവമായ അയ്യപ്പനെ കുറിച്ചാണ് നമ്മൾ കള്ളം പറയരുത്. ഇവിടെ ഒരു സ്ത്രീകളും കയറിയിട്ടില്ല. പലപ്പോഴും മനഃപൂർവ്വം ഇതൊരു ക്യാമ്പയിൻ സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതാണ്, എനിക്ക് പേര് പറയുന്നതിനുമല്ല, നല്ല ഭക്തിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ലീന ശശീന്ദ്രനും മീന ഗോവിന്ദൻ മേനോനും വളരെ ഭക്തിയുള്ള 52-53 വയസ്സായ ആൾക്കാരാണ്. ഇവരുടെ പേരിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കി ശബരിമലയെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശകരമായ ഒരു പ്രവണതയാണ്. രണ്ടുപേരുടെയും ആധാർ കാർഡുണ്ട്. യഥാർത്ഥത്തിൽ സുനിൽ സ്വാമിയുടെയോ അല്ലെങ്കിൽ ശശി അദ്ദേഹത്തിന്റെയോ, അവരും ഭക്തരാണ്, വളരെ കാലമായി നിൽക്കുന്നു. അവരെ ടാർഗറ്റ് ചെയ്തൊരു ക്യാമ്പയിൻ വേണമെങ്കിൽ സ്ത്രീകളെ ഉപയോഗിക്കുന്നത് വളരെ മോശകരമായ ഒരു പ്രവണതയാണ്. അത്തരം കാര്യങ്ങൾ ആരും ചെയ്യരുത്. അങ്ങ് പറഞ്ഞതുപോലെ 10-ാം തീയതി നട തുറന്ന കാര്യം നമുക്ക് സംസാരിക്കാം, ആചാരകാര്യങ്ങളിൽ മാറ്റം ഉണ്ടെങ്കിൽ സംസാരിക്കാം. ഒരു ഗുമ്മിന് വേണ്ടി കുറെ സ്ത്രീകളുടെ വിഷയം കൂടെ എടുത്തിട്ട് സുപ്രീം കോടതിയിൽ ഇത്രയും സെൻസിറ്റീവായി നിൽക്കുന്ന അവസരത്തിൽ ചില ആൾക്കാർ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുകയാണ്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ആചാരകാര്യങ്ങളിൽ തുറന്നു തന്നെ പറയാം, സുനിൽസ്വാമി ശശിസ്വാമി ഒക്കെ ശബരിമലയിൽ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി അവിടുത്തെ എല്ലാവരോടും ഏറ്റവും അടുത്ത ബന്ധമുള്ള, ഏറ്റവും ഭക്തിയുള്ള കുടുംബങ്ങളാണ്. ഏതെങ്കിലും രീതിയിൽ അവർക്ക് വേണ്ടി ആചാരാനുഷ്ഠാനങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള സൗകര്യങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാം, അതിനെക്കുറിച്ച് ശരിയല്ലെങ്കിൽ വിശദീകരണം തേടാം, തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ അതിനുവേണ്ടി ഒരു ഫോൾസ് ക്യാമ്പയിൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. രണ്ട്, ഇനി സാങ്കേതികമായി പറഞ്ഞാൽ, ടെക്നിക്കലായി പറഞ്ഞാൽ, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുടെ അവസാന വാക്ക് ദേവസ്വം ബോർഡാണ്. ആചാര കാര്യങ്ങളുടെ അവസാന വാക്ക് തന്ത്രിയാണ് ദേവന്റെ പിതാവ്. ഇവർ രണ്ടുപേരും തല്ലി പോയിട്ട് കാര്യമില്ല. എന്റെ മുത്തശ്ശൻ കണ്ടൂർ മഹേശ്വരി ഇരുന്ന കാലത്തെ പലപ്പോഴും ഒരു സമന്വയത്തിന്റെ സമവായത്തിന്റെയും പാത തേടിയിട്ടുണ്ട്. അജയ് തറയിൽ സാറൊക്കെ ഏറ്റവും വിശ്വാസ്യതയുള്ളതാണ്. ഒരുപക്ഷെ മന്നത്തിന് ശേഷം ഏറ്റവും വലിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുള്ളതായ പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ ഭരിക്കുന്ന കാലമാണ്. അവർക്ക് എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായ സമന്വയത്തോടു കൂടി പോകാം. ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകാൻ വിശ്വാസത്തിന്റെ, തന്ത്രിയുടെ, പൂജയുടെ ഭാഗത്ത് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും തയ്യാറാണ്. നേരത്തെ പറഞ്ഞ 1-2 അഴിമതിയുടെ കാര്യമുണ്ട്, അത് പൂജയ്ക്ക് നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നല്ല. എല്ലാ ഔദ്യോഗിക റിപ്പോർട്ടുകളും വരുന്നത് 2 സ്ത്രീകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് 53 വയസ്സും ഒന്ന് 54 വയസ്സും. 50 കഴിഞ്ഞാൽ സ്ത്രീകളുടെ കാര്യം നമുക്കറിയാം. ആ നിലയിൽ അവർക്ക് ശാരീരികമായ മാറ്റം ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അവർ വരുന്നത്. പിന്നെ എവിടെ നിന്നാണ് താങ്കൾക്ക് മറ്റേ 2 പേരുടെ വിവരം കിട്ടുന്നത്? മൊത്തം 10 പേരാണ് വന്നിരിക്കുന്നത് അവിടെ.
രണ്ടുപേരാണ് യൗവനയുക്ത എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് ഈ വിവരം? അവിടെ നിന്ന് കണ്ടവരാണ്. അവിടെ നിന്ന് കണ്ടവരെ അതിന്റെ ചിത്രം എടുത്ത്. പക്ഷെ അവിടെ നിന്നുള്ള ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫോട്ടോകളുണ്ടല്ലോ, ആ ഫോട്ടോകളിൽ കാണുന്നവരെ കുറിച്ചാണ് ദേവസ്വം വിജിലൻസ് അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ച് അവരുടെ പാൻ കാർഡിലെ അവരുടെ പ്രായമെടുത്ത് അവർ യൗവനയുക്തരായ സ്ത്രീകളല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഫോട്ടോയിൽ ഈ പറയുന്ന 4 പേരല്ലല്ലോ, അത് കൂടുതൽ ആളുകളുണ്ട്. അല്ല, ഇപ്പൊ 2 പേരുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 2 പേർ രാഹുൽ ഈശ്വർ എത്ര 10 പേരുണ്ടെന്നാണോ പറയുന്നത്? ഫോട്ടോയിൽ എത്ര പേരുണ്ട്? ഫോട്ടോയിൽ 6 പേരുണ്ട്. ഫോട്ടോയിൽ 6 പേരുണ്ടല്ലോ രാഹുൽ ഈശ്വർ എന്നാണ് ഹരി ഇലന്തൂർ എന്ന മാധ്യമ പ്രവർത്തകൻ പറയുന്നത്. ശബരിമലയിൽ ദീർഘകാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ്. സ്വകാര്യ ഏജൻസിയുടെ ആൾ എടുത്ത ചിത്രമാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം പ്രചരിക്കുന്നുണ്ട്. ദൂരെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് അറിയില്ല. അതിൽ ഒരു ചിത്രം മാത്രം ഒരു സൈഡ് മാറിയുള്ള വ്യൂ പ്രൊജക്ട് ചെയ്യുമ്പോൾ ആ സ്ത്രീയുടെ മുടി സ്ട്രെയിറ്റൻ ചെയ്തുകൊണ്ടായിരിക്കും അവർക്ക് പ്രായം കുറവ് തോന്നുന്നുണ്ട്. നിങ്ങൾ എല്ലാ ചിത്രങ്ങളും പരിശോധിച്ചാൽ അറിയാം, ഉള്ള എല്ലാവർക്കും 50 വയസ്സ് കൂടുതൽ പ്രായമുണ്ട്. അതിൽ ഒരു സ്ത്രീയോ 2 സ്ത്രീയോ മാത്രമേ തർക്കമുള്ളൂ. അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു. ഞാൻ ഇവരുടെ പേഴ്സണലി വീട്ടിൽ വിളിച്ചു. അവർ പ്രസ് മീറ്റ് വിളിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ തയ്യാറാണെന്ന് പറഞ്ഞു. ആ വിഷയം വേണ്ട. ആ വിഷയം നിങ്ങൾ വെറുതെ ന്യൂസ് വാല്യൂ കിട്ടാൻ വേണ്ടി ഉന്നയിച്ചു. നന്നായി, അത് തീർന്നു, അത് പോട്ടെ. അതുകൊണ്ട് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടന്നു. ശബരിമലയെ ബാക്കിയുള്ള വിഷയങ്ങളിൽ തീർച്ചയായും ചർച്ച വേണം. അത്തരം കാര്യങ്ങളിൽ ക്ലാരിറ്റിക്ക് വേണ്ടി എന്റെ മുത്തശ്ശൻ കണ്ഠരമഹേശ്വര് ഹൈക്കോടതിയിലടക്കം മേൽശാന്തി സെലക്ഷൻ ഒരു ഹൈക്കോടതി ഒബ്സർവർ വേണമെന്ന് പറഞ്ഞു. ശബരിമലയിലെ എന്റെ എതിർ പാർട്ടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ജി സുധാകരൻ സാർ. ജി സുധാകരൻ സാർ വളരെ ആത്മാർത്ഥമായ ഒരു ക്ലീനപ്പിന്റെ ഡ്രൈവ് നടത്തിയപ്പോൾ ഞങ്ങളെല്ലാം അദ്ദേഹത്തെ പിന്തുണച്ചതാണ്. ഒരുപാട് ലക്ഷം ആൾക്കാർ വരുന്നതാണ്. ഒരുപാട് തട്ടിൽ ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടാകും. ആരും വലിയ തെറ്റുകാരൊന്നുമല്ല. പക്ഷെ ഒരു ക്രമവും അച്ചടക്കവും വേണം. അതാണ് അതിന്റെ ശരിയായ നിലപാട്. ആരെയും അടച്ചാക്ഷേപിക്കാനോ അടിച്ചകറ്റാനോ അല്ല. ഒരു ക്രമം കുറെ കൂടെ കൃത്യമായിട്ട് അവിടെ വേണം. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള വിഷയമാണ്. ഒരു പോലീസ് ഓഫീസർ, ഉന്നത റാങ്കുള്ള പോലീസ് ഓഫീസർ ജനുവരി 14 സന്നിധാനത്ത് നിൽക്കാൻ 5000 രൂപ കൈക്കൂലി മേടിച്ചിട്ട് അവിടെ ആളെ നിർത്തിയിട്ടുണ്ട്. ഇത് വ്യക്തിപരമായി അറിയുന്ന ഒരാളാണ്. ഇങ്ങനെ പല കംപ്ലൈന്റ്. നികേഷ് സാറിന് ഓർമ്മ കാണും, ഇന്ത്യ വിഷനിൽ അങ്ങ് ഇരുന്നപ്പോ ഈ ദേവപ്രശ്നം എന്ന് പറയുന്ന ദേവസ്വ പ്രശ്നം ഏകദേശം 100 കോടി രൂപയുടെ അഴിമതി കാണിക്കാൻ അങ്ങ് തന്നെയാണ് അത് എക്സ്പോസ് ചെയ്യാൻ സഹായിച്ചത്. പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ അവിടെ ആകെ പ്രശ്നങ്ങളുണ്ടെന്നല്ല, ചില ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ ദേവസ്വവും തന്ത്രിമാരും പൂജാരിമാരും ദേവസ്വം മന്ത്രിമാരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയും പരസ്പരം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അപലപിക്കാതെ ഒരു ക്യാമ്പയിൻ സ്വഭാവത്തോട് ആരെയും കരിവാരത്തേക്ക് അത് ചെയ്യാൻ കഴിയും. അത് മാത്രമാണ് അഭ്യർത്ഥന. ശ്രീ പൃഥ്വിപാൽ, ആ നിലയിൽ ആചാരങ്ങളിൽ മാറ്റം വരുത്താൻ നേരത്തെ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചല്ലോ, ശബരിമല അയ്യപ്പന്റെ കാര്യത്തിൽ ആധികാരികമായി തീരുമാനമെടുക്കാനുള്ള അവകാശം തന്ത്രിക്ക് തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ തന്ത്രിക്ക് ഇഷ്ടം പോലെ എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ കുറേ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് 9-ാം തീയതി രാത്രി നടയടക്കണ്ട എന്ന് തീരുമാനിക്കാൻ കഴിയുമോ? തീർച്ചയായും സാധിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശബരിമല ക്ഷേത്രത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത, ശബരിമലയിലെ ക്ഷേത്രേശൻ തന്ത്രി മാത്രമല്ല, അവിടെ പന്തള രാജകുടുംബത്തിനു കൂടി അതിന്റെ ക്ഷേത്രേശൻ എന്നുള്ള നിലയ്ക്ക് അവകാശങ്ങളുണ്ട്. ക്ഷേത്രേശൻ എന്ന നിലയ്ക്ക് പന്തള രാജകുടുംബത്തിന്റെ കൂടി അഭിപ്രായങ്ങൾ മുൻകാലങ്ങളിൽ പല അഭിപ്രായങ്ങൾ തേടിയിരുന്നു. ഇപ്പോ അടുത്ത കാലങ്ങളിലായിട്ടാണ് ഈ പരിഗണനയില്ലായ്മയും അവഗണനയും ദേവസ്വം ബോർഡും തന്ത്രിയും കൂടി തീരുമാനിക്കുന്ന ചില നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് ഒരു കാര്യം എനിക്ക് അടുപ്പിച്ച് സൂചിപ്പിക്കാനുള്ളത്, വിവാദങ്ങളിലേക്ക് ശബരിമലയെ തള്ളിവിടാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കരുതെന്നാണ്. കാരണം ഇതിനു മുമ്പും പല വിവാദങ്ങളിലും ശബരിമലയെ എടുത്തിട്ട് ചർച്ച ചെയ്ത് ഇത്തരത്തിൽ മോശപ്പെട്ട തരത്തിലേക്ക് വലിച്ചെടുക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അതായത് ശബരിമലയുടെ കാര്യം വരുമ്പോൾ മാത്രം സോഷ്യൽ മീഡിയയിൽ വലിയ ക്യാമ്പയിൻ, വേറെ ഒരു ദേവാലയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ കാണാറില്ല. അത് ഹിന്ദുക്കൾ വളരെ പവിത്രമെന്ന് വിചാരിക്കുന്ന ഒരു അമ്പലമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു അമ്പലത്തിന് എപ്പോഴും സ്ത്രീകളുടെ വിഷയത്തിൽ വരുമ്പോൾ വലിയ തോതിൽ വാർത്താ പ്രാധാന്യം കിട്ടുന്നു. ഇപ്പോൾ ആചാരങ്ങൾ ലംഘിക്കുന്നു വരുമ്പോൾ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നു. അങ്ങനെ ശബരിമലയെ അനാവശ്യമായി വാർത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? വാർത്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനത്തെ ആചാരങ്ങളായി പറയുന്നുണ്ടെങ്കിൽ ആ ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ, ഔദ്യോഗികമായി തന്നെ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഗൗരവമായ പ്രശ്നം. കാര്യം
എപ്പോഴും ആചാരത്തെ പറ്റി പറഞ്ഞിട്ടാണ് സ്ത്രീകൾ അവിടെ കടന്നു കയറാൻ പാടില്ല, അതായത് യൗവനയുക്തകളായ സ്ത്രീകൾ അവിടെ കയറാൻ പാടില്ല എന്ന് പറയുന്നത് ആചാരത്തിനെ ബേസ് ചെയ്താണ് പലരും ഇവിടെ അവതരിപ്പിക്കാറുള്ളത് സാധാരണഗതി. അങ്ങനെയാണെങ്കിൽ ആ ആചാരങ്ങളിൽ മാത്രമല്ല, ആചാരങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. എല്ലാ ആചാരങ്ങളും ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തെറ്റ് തന്നെയാണ്. ഇവിടെ പറയപ്പെട്ടതുപോലെ ഞാനതിലെ സ്ത്രീകളുടെ പ്രവേശനത്തേക്കാൾ ഗൗരവമായി കാണുന്നത് എന്തുകൊണ്ട് 10-ാം തീയതി വീണ്ടും നട തുറന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് 9-ാം തീയതി രാത്രി ഹരിവരാസനം പാടി അടച്ചു കഴിഞ്ഞാൽ അന്നത് തികച്ചും അടച്ചത് തന്നെയാണ്. ഓരോ മാസത്തേതിലും അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെയാണ് ഞാനും ഇതുവരെ അറിഞ്ഞിരിക്കുന്നതൊക്കെ. പക്ഷേ അതല്ലാത്ത മറ്റൊരു ദിവസം കൂടി നടത്തുകയും അതിൽ ആര് വന്നു എന്നുള്ളതിനേക്കാൾ ഏറെ ഗൗരവം എന്തിനു വേണ്ടി, എന്തുകൊണ്ട് അങ്ങനെ ഒരു ദിവസം കൂടി നടത്തി എന്നുള്ളത് തന്നെയാണ് ഗൗരവമായി ഞാൻ കാണുന്നത്. തുടരുക. ഇവിടെ പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന വിഷയം അതാണ്. അതായത് നമ്മുടെ കുറെ ആളുകൾ വരുന്നു, അപ്പോൾ അവർക്ക് കൂടി ഒരു അവസരം നൽകുക എന്നത് ഉദ്ദേശമുണ്ടോ എന്നുള്ളതാണ്. പറഞ്ഞോളൂ. വാസ്തവത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ സ്ത്രീകളെ ഏത് രൂപത്തിൽ സമൂഹം കാണുന്നു എന്നുള്ളതാണ്. ഇത് സ്ത്രീകൾക്കെതിരായ ഒരു ചർച്ചയാണ്. സ്ത്രീകളെ ആർത്തവത്തിന്റെ പേരിലാണ് ശബരിമലയെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കും. ഇത് ശുദ്ധ അസംബന്ധമാണ്. ഇത് സ്ത്രീകളെ എല്ലാ കാലത്തും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചില ആളുകൾ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമാണ്. ഇവിടെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ആരാണ് സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് തടസ്സം നൽകുക? അവർക്ക് എന്ത് അവകാശമാണ് അതിനുള്ളത്? അത് ശുദ്ധ അസംബന്ധമാണ്. ആർത്തവമാണ് സ്ത്രീയെ ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് തടസ്സം നിൽക്കുന്നുവെങ്കിൽ ആ ആർത്തവ നിന്നുണ്ടായതാണ് ഞാനും ഇവിടെ ഇരിക്കുന്ന നിങ്ങളും രാഹുൽ ഈശ്വറും എല്ലാം തന്നെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സൂചിപ്പിച്ചത്. ഞാൻ 11-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെ ശബരിമലയിൽ സന്നിധാനത്തുണ്ടായിരുന്ന ഒരാളാണ്. ഇവിടെ ഞാൻ കണ്ട ഒരു അനുഭവം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിന്റെ കൊച്ചുമകനെ അടക്കം വിളിച്ചുകൊണ്ട് അവരുടെ കുറെ കുടുംബാംഗങ്ങളെ അടക്കം വിളിച്ചുകൊണ്ട് ഇഷ്ടമുള്ളപ്പോൾ തന്നെ ഒരു ക്യൂവുമില്ല, ഒരു തിരക്കുമില്ല, അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരെ വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ തിരുനടയിൽ കൊണ്ട് തൊഴിയിക്കുന്ന സാഹചര്യം. അപ്പോൾ ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നില്ല, അവിടുത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ സൗകര്യപ്രദമായി അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശബരിമല അയ്യപ്പനെ തൊഴിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളുകളാണ്. ഇതില് ശബരിമലയിൽ സ്ത്രീയെ കയറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. ഇല്ല, അത് കയറ്റുന്നില്ല എന്നുള്ളത് വലിയ തെറ്റാണ്. കാരണം ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നുണ്ട്. 10 വയസ്സ് തൊട്ട് ശബരിമലയിൽ 10 വയസ്സ് വരെ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങൾ കയറുന്നുണ്ട്. 10 വയസ്സ് വരെ, 50 വയസ്സ് കഴിഞ്ഞാലും കയറുന്നുണ്ട്. പിന്നെ എവിടെയാണ് ഈ ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നില്ല? അങ്ങനെ കയറാത്തത് കൊണ്ട് മാത്രം സ്ത്രീകൾക്ക് എന്തോ സ്വാതന്ത്ര്യം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം സ്ത്രീ പൂർണ്ണയാകുന്നില്ല എന്നൊക്കെയുള്ള അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. അയ്യപ്പ സ്വാമിയെ തൊഴാന് 10 വയസ്സ് വരെ അവസരമുണ്ട്. ഇന്നിവിടെ നടക്കുന്ന ചർച്ചയെന്ന് പറയുന്നത് സ്ത്രീകൾ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ കയറി എന്നുള്ളതാണ്. ആ കയറി എന്നുള്ളതിന് സത്യസന്ധമായ ഒരു റിപ്പോർട്ട് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. ഈ മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ത്രീ കയറി എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥയോട് നമുക്ക് യോജിക്കുവാൻ സാധ്യമല്ല. അജയ് തറയിൽ താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ, ശബരിമലയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള നടവരുമാനം കൊണ്ടുവേണം ദേവസ്വം ബോർഡിന്റെ ആകെ ജീവനക്കാരെ പരിരക്ഷിക്കാൻ, ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും പരിപാലിക്കാൻ. പല ക്ഷേത്രങ്ങളിലും നടവരവ് എന്താണ് എന്നുള്ള കാര്യം താങ്കൾക്ക് ഇപ്പോൾ വ്യക്തമായി അറിയാമല്ലോ. അവിടെ പല ക്ഷേത്രങ്ങളുടെയും മാതൃക കാക്കണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഇടംതടിച്ച് നിൽക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ് ഉള്ളത് എന്നാണ്. ആണെങ്കിൽ എന്താണ് അക്കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്? ഞാൻ ആദ്യം ഒരു സുഹൃത്ത് ഇവിടെ പറഞ്ഞ് ഒരു പുളി കൊത്തുന്ന ആളുകളുണ്ട് അവിടെ നടക്കുന്നു, ആർദവത്തിന്റെ പേരിലാണ് വരാത്തത് എന്നെല്ലാം പറയും. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്ന് വളരെ വ്യക്തമായി. ആരുടെ ഉദ്ദേശമാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായത് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. ആ പുള്ളി ഇത്തരം കാര്യങ്ങളിലൊക്കെ ജീവിതത്തിൽ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം സ്വയം ചോദിച്ചാൽ മതി എന്നാണ് അദ്ദേഹത്തോട് എനിക്ക് ഉത്തരം പറയാനുള്ളത്. പിന്നെ ഇവിടെ അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ വർഷങ്ങളായി ശബരിമല ശ്രീ അയ്യപ്പന്റെ സന്നിധിയിൽ 10-നും 50-നും വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ വരാറില്ല. അത്രയേ ഉള്ളൂ. കാരണമൊന്നും ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടില്ല. അവരുണ്ടാക്കിയ കാരണമാണ്. അവരിന്ന് സമൂഹത്തിന് മുമ്പിൽ വാർത്ത ഉണ്ടാക്കാൻ പറഞ്ഞ കാരണമാണ്. ഇവിടെ അതല്ല പ്രശ്നം. 10-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ ശബരിമല വരാറില്ല. അത് വളരെ കീഴ്വഴക്കങ്ങളാണ്. ആ കീഴ്വഴക്കം ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഇവിടെയുള്ളൊരു കാര്യം, നമ്മുടെ വളരെ ഇപ്പൊ 10 വർഷമായി ഞാൻ പഠിച്ചത്, 10 വർഷമായി ശബരിമലയിൽ ഒരു സ്പോൺസർ ചെയ്യുന്നില്ല.
അത് നമ്മുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റിന്റെ ഭാഗമാണ്. സ്പോൺസർ ചെയ്യുന്നവനെ കഴുത്തെ പിടിച്ച് തള്ളുകയും ഒരു പൈസയും കൊടുക്കാത്തവൻ അവിടെ നിന്ന് ഒഴുകുകയും ചെയ്യുന്ന ഒരു VIP സംസ്കാരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഇത് നടക്കില്ല. ഞാൻ പറയട്ടെ, ശബരിമലയിലെ ഓരോ സീസണിലും വരുന്ന പൈസ ഓരോ മാസത്തിന്റെയും ശമ്പളത്തിന് ഷോർട്ട് ടേം ഡെപ്പോസിറ്റായി ഇടണമെന്നാണ് പരിപൂർണൻ ജഡ്ജിയായിരിക്കുമ്പോഴുള്ള ഉത്തരവ്. അങ്ങനെ 12 മാസത്തേക്കുമുള്ള ശമ്പളമാണ് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. 1255 അമ്പലങ്ങളിൽ 73 അമ്പലങ്ങൾ മാത്രമാണ് അവിടുത്തെ വരവ് കൊണ്ട് നടന്നു പോകുന്നത്. 6000 ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് പോകുന്നു. ഇത് വലിയൊരു സംവിധാനമാണ്. ഇവിടെ ഞാൻ പറയുന്നു, മറ്റ് തിരുപ്പതിയിൽ പോയാൽ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വിജയവാഡയിലാണ്. വിജയവാഡയിൽ ശ്രീ കനകദുർഗ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിൽ രാവിലെ പോയി ദർശനം നടത്തി. അവിടെ ബോർഡ് വെച്ചിരിക്കുന്നു 100 രൂപ, 300 രൂപ, 500 രൂപ എന്ന് ബോർഡ് വെച്ചിരിക്കുന്നു. അവിടെ പോകാം, തിരുപ്പതിയിൽ പോകാം, പഴനിയിൽ പോകാം, ഒരു പരാതിയും ആർക്കുമില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ ശബരിമലയിൽ എന്ത് തരത്തിലാണെങ്കിലും ഒരു 4 കോടി ജനങ്ങൾ വന്ന ശബരിമലയിൽ 1,80,00,000 രൂപയാണ് വരുമാനമുള്ളതെന്ന് പറയുന്നത് സഹിക്കാൻ കഴിയുമോ നമുക്ക്? അപ്പോൾ പൈസ എവിടെ പോയി? അപ്പോൾ ഇവിടെ പല അങ്ങനെയുള്ള മാറ്റങ്ങൾ സാധ്യമല്ലേ? ഇപ്പൊ 130 ദിവസം ശബരിമല നട തുറന്ന് പ്രവർത്തിക്കുന്നു. അത് വർഷം മുഴുവനാക്കാൻ കഴിയുമോ? ഈ പറയുന്ന ഭക്തരെ സാധാരണക്കാരെന്നും VIP എന്നും വേർതിരിച്ച് പ്രത്യേക ഫീസ് ഈടാക്കാൻ കഴിയുമോ? എന്തുകൊണ്ട് തിരുപ്പതി അടക്കമുള്ള ക്ഷേത്രങ്ങളുടെ മാതൃക ശബരിമല അയ്യപ്പനും സ്വീകരിച്ചുകൂടാ? 2 കാര്യങ്ങളാണ് സാർ. തിരുപ്പതി മോഡൽ റിപ്പോർട്ട് ജയകുമാർ സാറിന്റെ വളരെ പ്രഗത്ഭമായിട്ടുണ്ട്. പക്ഷേ ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, സീസണൽ തീർത്ഥാടനമാണ്. ശബരിമല എല്ലാ ദിവസവും തുറന്നു വെക്കാൻ കഴിയില്ല. പക്ഷേ അത് പറയുന്നതിനോടൊപ്പം ആചാര കാര്യങ്ങളിൽ തന്ത്രിയും ദേവസ്വം ബോർഡിന്റെ സമവായത്തിൽ കുറേയൊക്കെ ആൾക്കാരുടെ സൗകര്യവും കൂടി കണക്കിലെടുത്ത്, മാറിയ കാലങ്ങൾ കണക്കിലെടുത്ത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. ഇവിടെ നമുക്കൊരു ബാലൻസ് വേണം. ഒന്നെങ്കിൽ 365 ദിവസവും, അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നല്ല, കുറെ കൂടെ പക്വവും മയവും ഉള്ളൊരു സമീപനം വേണം. 2, ശബരിമലയിലെ യുവതി പ്രവേശനം. അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത് RSSന്റെ മാധവ്ജി എഴുതിയ പുസ്തകമാണ്. ഇതിൽ പേജ് നമ്പർ 181 അടക്കം ശബരിമലയിൽ യുവതികൾ പോവാത്തതിന്റെ ശാസ്ത്രീയ റീസൺസ് പറഞ്ഞിട്ടുണ്ട്. 91 ഹൈക്കോടതിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ശബരിമലയെ ഈ വിവാദങ്ങളിലേക്ക് നയിക്കുന്നത്, വിവാദങ്ങളിലേക്ക് എപ്പോഴും ചർച്ചകളിലേക്ക് പെടുന്നത് ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ വിഷമം ഒരുപക്ഷെ പ്രയാർ സാറിന്റെയും അജയ് തറയിൽ സാറിന്റെയും ബോർഡ് മാറിക്കഴിഞ്ഞാൽ അടുത്ത ബോർഡ് വന്നാൽ ശബരിമലയെ വീഴുന്ന കാശെടുത്ത് ശബരിമലയ്ക്കെതിരെ വാദിക്കും. അതൊക്കെയാണ് ഇതിലെ ഗൗരവമുള്ള കാര്യങ്ങൾ. അപ്പൊ നമുക്ക് വേണ്ടത് ഫെയ്ത്ത് ഫ്രണ്ട്ലി ആ ഒരു പോളിസി വേണം. 2, എല്ലാ മാറ്റങ്ങൾക്കും അവിടുത്തെ തന്ത്രിമാർ എന്നും സ്വാഗതം ചെയ്തിട്ടേ ഉള്ളൂ. കുറെ കൂടെ ട്രാൻസ്പാരൻസി കൊണ്ടുവരണം. ശബരിമലയെ റൈറ്റ് ടു ഇൻഫർമേഷന്റെ കീഴിൽ കൊണ്ടുവന്നത് വ്യക്തിപരമായി ഞാൻ കൊടുത്ത പെറ്റീഷനാണ്. കാര്യം ഗവൺമെന്റിനടക്കം ഇതിനൊരു സേ വേണമെന്നും ട്രാൻസ്പാരൻസി വേണമെന്നും ഉള്ളതുകൊണ്ട് ഇത്രയധികം ആൾക്കാർ വരുന്നതാണ്. അജയ് തറയിൽ സാർ പറഞ്ഞതുപോലെ 4 കോടിയിലധികം ആൾക്കാർ വരുന്നതാണ്. കുറെ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത് ഹിന്ദുക്കൾക്ക് അച്ചടക്കമില്ല, ട്രാൻസ്പെറൻസി ഇല്ല, ഒരു സ്ട്രക്ചർ ഇല്ല. അതിന്റെ പ്രശ്നങ്ങളും കൂടെയുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെ രാഷ്ട്രീയപരമായി ദുരുപയോഗം ചെയ്യാതെ, പറയുന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്, പക്ഷേ ഹിന്ദു തീവ്ര സ്വരക്കാർ പോലും ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി മുതലാക്കാൻ പലപ്പോഴും ലഭിക്കുന്നുണ്ട്. അമ്പലങ്ങളെയെല്ലാം രക്ഷിക്കുമെന്ന് പറയുന്ന അവർ ശബരിമല കേസ് വന്നപ്പോൾ ഒളിച്ചോടിയതിന്റെ കാരണം അവർക്ക് ശബരിമല കേസ് വെച്ച് മുസ്ലിങ്ങളുടെ മേൽ യൂണിഫോം സിവിൽ കോഡിന് പണി കൊടുക്കണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി, അതാണ് പരിപൂർണ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്, മുമ്പുള്ള KP കേശവമേനോൻ റിപ്പോർട്ട് പറയുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി ശബരിമലയ്ക്ക് ഒരു ഭരണ സംവിധാനം വേണം. ആ ഭരണ സംവിധാനത്തെ എങ്ങനെ വേണമെങ്കിലും ഗവൺമെന്റ് അടക്കം താല്പര്യത്തോടുകൂടി ചെയ്യാം. മെച്ചപ്പെട്ട ഇത്തരം ചർച്ചകളും പുതിയ സമീപനങ്ങളും കൊണ്ടുവന്ന് നല്ലൊരു രീതിയിൽ വെക്കുന്നതിന് പകരം ഒരു കാരണവശാലും നമുക്ക് അവിടുത്തെ ആരെയെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. മാത്രമല്ല ഒരു കാര്യം കൂടെ ഓർക്കണം, ഈ ദേവസ്വം ബോർഡിന് 3-5 വർഷങ്ങളൊക്കെ ടൈം പീരീഡ് ഉള്ളൂ. ദേവസ്വം ഒഫീഷ്യൽസ് സ്ഥിരമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ശബരിമല ക്ഷേത്രത്തിലെ ഈ കഴിഞ്ഞ 10-ാം തീയതി ഉണ്ടായ നിർഭാഗ്യകരമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഈ ചർച്ച മുമ്പോട്ട് പോകുന്നത്. അതിനുശേഷം 8 ദിവസമായിട്ടും അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ പൂർണ്ണമായ ചുമതലയുള്ള ദേവസ്വം ബോർഡിന്റെ ആളുകൾ അതിൽ വ്യക്തമായ ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ നൽകിയിട്ടില്ല. അവരെ ഇപ്പോഴും അന്വേഷണത്തിന്റെ പിന്നാലെ പോവുകയാണ്. വളരെ നിഷ്പ്രയാസം സാധിക്കാവുന്ന ഒരു അന്വേഷണം, നിഷ്പ്രയാസം തെളിയിക്കാവുന്ന ഒരു കാര്യം ഇങ്ങനെ വലിച്ചുകൊണ്ടുപോയി അനാവശ്യമായ വിവാദങ്ങളിലേക്ക് ശബരിമലയെ പണ്ട് മുതൽ തന്നെ ശബരിമല തീർത്ഥാടനത്തെയും ശബരിമലയെയും ആ തീർത്ഥാടന കാലത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, അതിന്റെ പരിപാവനതയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വിവിധ തലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ഒരു കാര്യം കൂടി ഞാൻ വരാം. ഹരി, ഇക്കാര്യത്തിൽ എന്തായാലും ദേവസ്വം ബോർഡായാലും അതുപോലെ തന്നെ വിജിലൻസ് ആയാലും എത്തരത്തിലൊരു നിലപാടെടുത്തു.
മുമ്പും യൗവനയുക്തകളായ സ്ത്രീകൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതറിയാം. അതൊന്നും പക്ഷേ അവസാന ഘട്ടത്തിൽ അത് അംഗീകരിക്കപ്പെടാതെ പുറത്തേക്ക് പോകും. ഒരു ഭക്തന്റെ ആംഗിളിൽ നോക്കുക, അല്ലെങ്കിൽ ഒരു ഭക്തയുടെ ആംഗിളിൽ നോക്കുക. ശബരിമല അയ്യപ്പന് 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ അവിടെ വരുന്നത് നിഷിദ്ധമാണ്. ശബരിമല അയ്യപ്പനെ തൊഴാനാണല്ലോ പോകുന്നത്. എങ്ങനെ അവരെന്ത് ധൈര്യത്തിൽ വരും? ഭക്തരാണ് എങ്കിൽ അവിടെ അട്ടിമറി സൃഷ്ടിക്കാൻ വരുന്നവരുടെ കാര്യം വേറെ. ഒരു ഭക്തയാണ് എങ്കിൽ ഈ പറയുന്ന 10നും 50നും ഇടയിലുള്ള ഒരു സ്ത്രീ എങ്ങനെ അവിടെ എത്തും? ഒരു ഭക്തയ്ക്കും അങ്ങനെയുള്ളവർക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. അതിനുവേണ്ടിയാണ് 91-ല് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു കമ്മീഷണറുടെ കുഞ്ഞിന്റെ ചോറൂണിന്റെ സമയത്താണ് ഈ ഹൈക്കോടതി ഇടപെടുന്നതും അത് വിഷയമായി മാറുന്നതും. അന്ന് ഹൈക്കോടതി നിരോധിച്ചതാണ്. അതിനുശേഷമാണ് വനിതാ സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് പമ്പയിൽ ഇവരെ തടയാൻ വേണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ തടഞ്ഞുകൊണ്ടാണ് ഒരു ഭക്തർക്കും പോകാൻ, അല്ലാതെ അട്ടിമറിക്കാനും സ്വാധീനം ഉപയോഗിച്ച് മാത്രമേ ഇവിടെ പറയും. ഇപ്പോൾ ഇന്ന് തന്നെ സ്ത്രീകൾ കയറുന്നത് ട്രാക്ടറിലാണ്. ശബരിമലയിലേക്ക് പോകുന്ന VIP-കൾ ട്രാക്ടറിലാണ് സ്ഥിരം പോകുന്നത്. ഞാൻ കാണുന്ന പല അബ്കാരികളും ദിവസവും പോകുന്നതും വരുന്നതും ട്രാക്ടറിലാണ്. ഇപ്പം ഈ 10-ാം തീയതി നട തുറക്കാനുള്ള കാര്യം തന്നെ സുനിൽ സ്വാമി പറഞ്ഞു. എൻ്റെ കുറേ ആളുകൾ വരുന്നുണ്ട്, തന്ത്രി നട തുറക്കണം. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് സാങ്ഷൻ കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ ഈ 10-ാം തീയതി സംഭവവികാസങ്ങൾ നടന്നത്. നേരത്തെ ഒരു ദേവസ്വം പിന്നെ വിജിലൻസ് ഓഫീസർ ഗോപകുമാർ ഇരുന്ന സമയത്ത് സുനിൽ സ്വാമിയുടെ മുറി അവിടുത്തെ പൂട്ടിച്ചു, അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ദേവസ്വം ബോർഡ് ഗാർഡുകൾ ഇരിക്കുന്ന റൂമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അവിടെ TV കൊണ്ടുവന്നു, ഫ്രിഡ്ജ് കൊണ്ടുവന്നു, എല്ലാ സൗകര്യങ്ങളും കൂടി അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. ഏത് സമയത്തും അദ്ദേഹമുണ്ട്. സ്പോൺസർമാരെ അദ്ദേഹമാണ് ഇപ്പോൾ ഡീൽ ചെയ്യുന്നത്. ശ്രീ അജയ് തറയിൽ പറയുന്നത് ശരിയാണ്. ഒരു സ്പോൺസറേയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് കിട്ടുന്നില്ല. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഒരു സ്പോൺസർ പോലും ദേവസ്വം ബോർഡ് കിട്ടാത്തതിന്റെ കാരണം ഇടനിലക്കാരനായിട്ട് മറ്റൊരാൾ ഇവിടെ അവിടെ അവതരിച്ചതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ആചാര ലംഘനത്തിന്റെ കാര്യത്തില് ആർത്തവ വിവാദത്തെ പറ്റി അദ്ദേഹം സൂചിപ്പിച്ചു. ക്ഷേത്രങ്ങളില് ആർത്തവ കാലങ്ങളിലെ നിഷിദ്ധങ്ങളായിട്ടുള്ള ദിവസങ്ങളില് സ്ത്രീകൾ കയറരുതെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. ഭക്തജനങ്ങളുടെ അവരുടെ വിശ്വാസമാണ് അത് പോകാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ 10നും 50നും ഇടയിലുള്ള സ്ത്രീകൾ കയറരുതെന്ന് നിയമം കൊണ്ടുവന്നെങ്കിലും മനസ്ഥിതി മാറാത്തിടത്തോളം കാലം കേരളത്തിലെ ഒരു സ്ത്രീകളും അല്ലെ ഭക്തരായ ഒരു സ്ത്രീകളും ശബരിമലയിലെ പ്രവേശനത്തിന് വേണ്ടി വാദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിശ്വാസികളും അവിശ്വാസികളും അല്ലാതെ സന്ദേഹികളായിട്ടുള്ള ഒരു വിഭാഗമാണ് ഭരണം കൈയാളുന്നതും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും. വിശ്വാസികൾക്ക് ഈ ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് പോകണമെന്ന് താല്പര്യമില്ല, അവിശ്വാസികൾക്ക് അങ്ങോട്ട് പോകണമെന്നേ താല്പര്യമില്ല. പിന്നെ സന്ദേഹികളായിട്ടുള്ളവരുണ്ട്. ഭരണം കൈയാളുന്നതിലും ഇതുണ്ട്, അല്ല വിശ്വാസികളിലുമുണ്ട്. അവർക്കാണ് ഇത്തരം ആചാരങ്ങളെ അട്ടിമറിക്കണമെന്നുള്ള താല്പര്യമുള്ളത്. ഒന്ന്. രണ്ട്, ഈ 11-ാം തീയതി 10-ാം തീയതിയും 11-ാം തീയതിയും 12-ാം തീയതിയും ഞാൻ ശബരിമലയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഈ വിവാദങ്ങൾ വരുന്നതിന് മുമ്പ് ഈ നിൽക്കുന്ന സ്ത്രീകൾ അവിടെ നിൽക്കുന്നത് എന്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നതാണ്. പക്ഷേ അവരെ ഈ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെ രൂപം കൊണ്ട് തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെ പ്രായമുള്ള സ്ത്രീകൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ 11-ാം തീയതിയും ഞാൻ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. അവിടുത്തെ പുഷ്പാഭിഷേക വഴിപാടില് നമുക്ക് രസീത് ഷീട്ടാക്കുകയും ചെയ്തു. 9ാമതൊരാളെ പോലും അവിടെ പ്രവേശിപ്പിച്ചിട്ടില്ല. ഇവിടെ VIP ദർശനം എന്ന് പറയുന്നു 10,000 രൂപയാണ് അടച്ചിട്ട്. സാർ, എനിക്ക് പറയാനുള്ളത് ദേവസ്വം ബോർഡിന്റെ കണ്ണി ചോരയില്ലായ്മയെ കുറിച്ചാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ 2010 മെയ് മാസം 22-ാം തീയതി അവിടുത്തെ തന്നെ ഒരു ജീവനക്കാരനെ കാണാതായിട്ട് ഇന്ന് 7 വർഷമായി. ഇന്നേ വരെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ യാതൊരു വിധമായിട്ടുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പറഞ്ഞോളൂ ശ്രീ അജയ് തറയിൽ, അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നു. എന്താ പറഞ്ഞത്? ദേവസ്വം ബോർഡ് ജീവനക്കാരനെ കാണാതായിട്ട് ഇപ്പോ 10-15 ദിവസമായി. നിങ്ങൾ 7 വർഷമായി നിങ്ങൾ കണ്ണിച്ചോരയില്ലാതെ ദേവസ്വം ബോർഡ് അംഗമായിട്ട് എനിക്ക് തോന്നുന്നു 2 വർഷമായിട്ടുള്ളൂ. അജയ് തറയിൽ, അജയ് തറയിൽ അറിയാറില്ല. ആരാ പേരെന്താ പറഞ്ഞോ? അഭിലാഷ് എന്നാണ് പേര്. എനിക്കറിയില്ല. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമല്ല. ഹലോ, 3 വർഷത്തിന് മുമ്പ് ഹലോ 15 വർഷമായി ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാരനെ കാണുന്നില്ല. അഭിലാഷ് എന്നാണ് പേര്. ഇപ്പൊ ഇവിടെ സംസാരിച്ച ആളുടെ സഹോദരനാണ്. 7 വർഷം. അതിന് ഇപ്പൊ ഞങ്ങളെന്ത് വേണം കാണാതായത് പോയതിന്?
നിൽക്കൂ, അത് നമുക്ക് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയമല്ല. എങ്ങനെയാണ് ശ്രീരംഗനാഥൻ സ്ത്രീകളുടെ വിഷയത്തിൽ ഒരു നിലപാടെടുത്തേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുണ്ടോ? അപ്പം സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്രങ്ങൾ, നേരത്തെ സ്ത്രീകളുടെ ദർശനം അനുവദിക്കാത്ത ക്ഷേത്രങ്ങൾ പോലും ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്തിരിക്കുന്നു. ഇത്തരം വിവാദങ്ങൾ വരുന്നതിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അതാണ്. അത് ആ ഒരു കാര്യത്തിൽ ഇനിയെങ്കിലും ദേവസ്വം ബോർഡും ഈ വിശ്വാസ സമൂഹവും കണ്ണു തുറക്കേണ്ടതുണ്ടോ? ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ വിശ്വാസി സമൂഹം എന്ന വാക്കിനാണ്. അതായത് മുൻപേ ഒരു സ്ത്രീ പറഞ്ഞതുപോലെ എന്തു വന്നാലും എനിക്കൊരു കാര്യം ഉറപ്പാണ്, 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള കേരളത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ത്രീ, ഒരു വിശ്വാസി അയ്യപ്പ ദർശനം നടത്തണം എന്ന്, ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണമെന്ന് ആഗ്രഹിക്കില്ല എന്ന് എവിടെ വേണമെങ്കിൽ പറയാം. അങ്ങനെ സംഭവം ഉണ്ടാവില്ല. ഈ കടക്കണമെന്നും കയറണമെന്നും ഇത്ര നിർബന്ധം പിടിക്കുന്നവർ മുഴുവൻ ആ വിശ്വാസത്തിന്റെ പേരിൽ വരുന്നവരല്ല. ഒരു ഭക്തയ്ക്ക് ഒരു കാരണവശാലും അങ്ങനെ ആഗ്രഹം വരില്ല. കാര്യം അതാണ് നമ്മളുടെ ട്രഡീഷൻ. കാര്യം നമ്മൾ കുഞ്ഞുനാൾ മുതൽക്ക് ശീലിച്ചു വന്നിരിക്കുന്ന കുറെ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങളെ മറികടക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, മറുകണ്ഠം ചാടാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ആലോചിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് വിശ്വാസി സമൂഹത്തിന്റെ ആഗ്രഹമാണ് എന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമലയിൽ ക്ഷേത്രത്തിലേക്ക് കടന്നു കയറരുത് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഇതിനേക്കാൾ ഏറെ പാരിസ്ഥിതികവും സാമൂഹ്യവുമായ പ്രശ്നങ്ങളാണ്, അല്ലാതെ ഭക്തിയുടേതല്ല. ശ്രീ അജയ് തറയിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ വലിയ തോതിൽ വിവേചനം ഉണ്ടാകുന്നു എന്ന് ശ്രീ അരി ഇലന്തൂർ വാദിക്കാനുള്ള കാരണം 130 ദിവസവും നിത്യപൂജയ്ക്ക് ഒരു സുനിൽ സ്വാമിയാണ് സോപാനത്തിന് മുന്നിൽ നിന്ന് തൊഴാൻ സാധിക്കുക. ആ റോൾ ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു ഭക്തന് ലഭിക്കുന്നില്ല. അവിടെ കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ അബ്കാരികൾ ട്രാക്ടറിൽ വന്നു പോകുന്നു. ഈ പറയുന്ന വിധത്തിൽ തന്ത്രിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ 10-ാം തീയതി പൂജകൾ വേണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്നു. അതൊക്കെ സാധ്യമാണോ? അതെ, ഹരിലന്തൂരാണോ ഈ ശബരിമലയുടെ മോചനത്തിന് പടവാളെന്തി നിൽക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സുനിൽ സ്വാമി മാത്രമല്ല, അവിടെ നിത്യപൂജയ്ക്ക് പൈസ അടക്കുന്ന ആർക്കും അവിടെ നിന്ന് തൊഴാം. സുനിൽ സ്വാമി മാത്രമല്ല, ആ നിത്യപൂജ ഒരാൾക്ക് മാത്രമല്ല, എത്ര പേർക്ക് പൈസ അടക്കാം, എത്രയും പേർക്ക് അവിടെ തൊഴാം. അതവിടെ ഒരു സിസ്റ്റം. ഞാൻ സുനിൽ സ്വാമിയുടെ ഏജന്റ് ഒന്നുമല്ല. സുനിൽ സ്വാമിയും ഹരിലന്തൂറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ പ്രശ്നം ഉണ്ടായില്ല, അത് അവരെ തീർത്താൽ മതി, എന്നോട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ കോൺട്രാക്ടർമാരും മറ്റാളും പോകുന്നത് എങ്ങനെയാന്ന് നോക്കുന്ന പണി അവിടെ പോലീസിനും ഫോറസ്റ്റുകാർക്കും ഉണ്ട്. അത് അവർ ചെയ്തോളും. അല്ലാതെ ഇവിടെ വരുന്ന സ്ത്രീകളുടെ വയസ്സിന്റെ കണക്കെടുക്കാനുള്ള ചുമതല ഒന്നും ഹരിലന്തൂറിന് കൊടുത്തിട്ടുമില്ല ദേവസ്വം ബോർഡ്. അത്ര എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. മിനിസ്റ്റർ കടകംപള്ളി സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ഈ തരത്തിൽ ആചാരങ്ങളിൽ തന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ അംഗീകാരത്തോടുകൂടി, നേരത്തെ ശ്രീ അജയ് തറയിൽ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, തന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾ ഞങ്ങളത് സാധൂകരിച്ച് നൽകാറുണ്ട്, ദേവസ്വം ബോർഡ് അത് സാധൂകരിച്ച് നൽകാറുണ്ട്. ആ നിലയിൽ ഭക്തരുടെ ഇഷ്ടപ്രകാരം മാറ്റങ്ങൾ വരുത്തിയാൽ സർക്കാരിന് അക്കാര്യത്തിൽ ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഗവൺമെന്റിനില്ലേ? യഥാർത്ഥത്തിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കാലത്തിനനുസരിച്ച് മാറണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഗവൺമെന്റിനുള്ളത്. ഇവിടെ ഒരു ആക്ഷേപം വന്നു, ആക്ഷേപം എന്തെന്ന് പരിശോധിക്കണം എന്നുള്ളതല്ലാതെ തന്ത്രി ചെയ്തത് തെറ്റാണോ, ദേവസ്വം ബോർഡ് ചെയ്തത് തെറ്റാണോ, അതൊന്നും ഗവൺമെന്റിന്റെ മുന്നിൽ പ്രശ്നമല്ല. വന്ന ആക്ഷേപത്തിൽ കഴമ്പുണ്ടെന്ന് പരിശോധിക്കുക. അത് തന്ത്രിയോട് ചോദിക്കണം, ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കണം. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ, ചെയ്യുന്നത് ശരിയാണോ, അത്രയേ ഉള്ളൂ. അതിനപ്പുറം തന്ത്രി ചെയ്തത് ശരിയോ തെറ്റോ എന്നൊന്നും തന്നെ ഗവൺമെന്റ് ഇപ്പോൾ ഒരു തരത്തിലും വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. യൗവനയുക്തകളായ സ്ത്രീകൾ വന്നോ ഇല്ലയോ എന്നുള്ള വിവാദം തൽക്കാലം മാറ്റിവെക്കാം. കാരണം അക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നത് അങ്ങനെയല്ല, അവർ പ്രായം ചെന്ന സ്ത്രീകൾ തന്നെയാണ് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം ഇല്ലാത്തതിനാൽ അത് മാറ്റിവെക്കാം. പക്ഷേ ഇവിടെ പണം മുടക്കുന്നവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ നൽകി തൊഴാനുള്ള അനുമതി നൽകണം എന്നുള്ളതാണ് അജയ് തറയിൽ അടക്കം ഉന്നയിക്കുന്ന വാദം. എനിക്ക് തോന്നുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പോലും ആ നിലയിൽ കാര്യങ്ങൾ മാറണം എന്ന അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ യൗവനയുക്തകളായ സ്ത്രീകളുടെ കാര്യം മാറ്റിവെച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണോ ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത് ആ നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ നടക്കുന്നത്. ഒരുപക്ഷെ വ്യക്തികൾക്ക് പണം പോവുക എന്നതിനപ്പുറത്തേക്ക് അത് ബോർഡിന് പണം പോകണം എന്നത് മാത്രമേ നമുക്ക് മാറ്റം വരുത്താൻ കഴിയൂ. ഞാൻ സൂചിപ്പിച്ചത് ഏതാനും ചില വ്യക്തികൾ അവർ ശബരിമല സന്നിധാനത്തിന്റെ ആകെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുന്നതായിട്ടുള്ള ഇന്നത്തെ അന്തരീക്ഷം, ചിലർ ആരോപിക്കുന്ന ഇന്നത്തെ അന്തരീക്ഷം
അത് ശരിയാണെങ്കിൽ അതിന് മാറ്റം വരുത്തണം എന്നുള്ളതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല. അല്ല, നേരത്തെ സുനിൽ സ്വാമിയുടെ കാര്യമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നേരത്തെ ശ്രീ അജയ് തറയിൽ തന്നെ വ്യക്തമാക്കേണ്ടല്ലോ, അവിടെ ഗോശാലയുടെ നിയന്ത്രണം സുനിൽ സ്വാമിക്കാണ്, അതുപോലെ തന്നെ ഗാർഡുകളുടെ നിയന്ത്രണം സുനിൽ സ്വാമിക്കാണ്. അവിടെ നിത്യപൂജ എല്ലാ ദിവസവും 130 ദിവസം നിത്യപൂജയുണ്ടെങ്കിൽ 130 ദിവസവും പണമടച്ചിട്ടാണ് സോപാനത്തിന് മുന്നിൽ കയ്യും കെട്ടി നിൽക്കുന്നത് സുനിൽ സ്വാമി. എനിക്ക് അക്കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും തന്നെ എനിക്കറിയില്ല. എന്നാ പിന്നെ അതിനെ ഭരണമാകെ സുനിൽ സ്വാമിയെ തന്നെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഗോശാല നിയന്ത്രിക്കുന്നു, അവിടുത്തെ ഗാർഡുകൾ നിയന്ത്രിക്കുന്നു, പണമടച്ച് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വളരെ എളുപ്പം തീരുമാനിക്കാവുന്ന ഒരു കാര്യം, ഈ ശബരിമല സന്നിധാനത്തിന്റെ മുഴുവൻ നിയന്ത്രണം സുനിൽ സ്വാമിയെ ഏൽപ്പിച്ചാൽ പുള്ളി ഭംഗിയായിട്ട് നിർവഹിച്ചുകൊള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കില്ല നികേഷ്. എല്ലാവർക്കും എല്ലാ ഭക്തർക്കും അവിടെ വന്ന് തൊഴാനും. അതെ, എന്തെങ്കിലുമൊക്കെ രാഹുൽ ഈശ്വർ, താങ്കളുടെ വാദം കൂടി അക്കാര്യത്തിൽ കേട്ടോളട്ടെ. ദേവസ്വം ബോർഡിന് പണം അത്യാവശ്യമില്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് വേണം. സുനിൽസ്വാമി ഏൽപ്പിക്കുകയാണെങ്കിൽ സുനിൽസ്വാമി സ്വന്തം പാക്കറ്റിൽ നിന്നിട്ട് കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാമെങ്കിൽ സുനിൽസ്വാമിയെ ഏൽപ്പിച്ചു കൊടുത്തൂടെ എന്നാണ് ഹാസ്യാത്മകമായി മന്ത്രി ചോദിക്കുന്നത്. അപ്പൊ ഇത് വ്യക്തികളുടെ നിയന്ത്രണത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് മാറണം, ശബരിമല മാറണം. അത് കടകംപള്ളി സുരേന്ദ്രൻ സാർ തമാശ പറഞ്ഞാണ്, അദ്ദേഹത്തിന് അറിയാം, നമുക്കെല്ലാം അറിയാം. അങ്ങനെയല്ല, അവിടെ ചില ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സുനിൽ സ്വാമി അല്ല തെറ്റുകാരൻ, അല്ലെങ്കിൽ ശശിചേരൻ അല്ല തെറ്റുകാരൻ. അവിടെ ഒരു കൊമേഴ്ഷ്യലൈസേഷന്റെ പ്രശ്നമുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇത്രയധികം ആൾക്കാർ വരുമ്പോൾ ചില ആൾക്കാർ അവരുടേതായ ആൾക്കാരെ VIP എന്ന് പറഞ്ഞ് കയറ്റാറുണ്ട്. VIP മാറ്റണമെന്ന് പറഞ്ഞൊരു തീരുമാനം ഹൈക്കോടതിയിൽ വന്നു. അപ്പം VIP-കളുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ റേസ് ചെയ്തു. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, ഏതെങ്കിലും ഒരു പെട്ടെന്നൊരു സൊല്യൂഷൻ കൊണ്ട് മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് ഏത് രീതിയിൽ ഇതിനെ മോഡറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും അവിടെ തന്ത്രിയും ബോർഡും മന്ത്രിയും അടക്കം അവർക്ക് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തെടുക്കാനുള്ളൊരു അവസരമുണ്ട്. ആ രീതിയിൽ ഇന്ന് അതിലൊരു വ്യക്തിയല്ല പ്രശ്നം, അതിലൊരു വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് കാര്യവുമില്ല. പകരം ഏതെങ്കിലും രീതിയിൽ അവിടെ ക്രമമല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും പരിഹരിക്കാനും വേണം. എൻ്റെ വിനയകരമായ അഭ്യർത്ഥന, ഈ ഇത്തരം ചർച്ചകൾ പോലും ശബരിമലയോടുള്ള ആത്മാർത്ഥത കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. ആ രീതിയിൽ ഇത് നന്നാക്കാൻ ശ്രമിക്കണമെന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ചില കാര്യങ്ങളിൽ അവിടെ കുറെ കൂടെ വേണം. തിരുപ്പതിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ തിരുപ്പതിയുടെ അസൂയ തോന്നിപ്പോകും. കാര്യം അത്ര നന്നായിട്ട് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. ഈ മാനേജ് ചെയ്യാത്തത് ആരുടെയും കുഴപ്പമല്ല, നമുക്കൊരു പ്രോപ്പർ മെക്കാനിസം അല്ല. എനിക്ക് തോന്നുന്നു 93-ലാണ് ഹൈക്കോടതി ശബരിമലയ്ക്ക് ഒരു ഹൈ പവർ കമ്മിറ്റി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് എതിർത്തത് ബാക്കി അമ്പലങ്ങളുടെ അന്നം അതുകൊണ്ട് മുട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ എനിക്കൊന്ന് സുധീർ സുധാകരൻ ഹരി നേരത്തെ അജയ് തറയിൽ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു സുനിൽസ്വാമിയോടുള്ള വിരോധമാണോ, അല്ലെങ്കിൽ അവിടെ വരുന്ന സമ്പന്നരായ ഭക്തരോടുള്ള വിരോധം കാരണമാണോ ഹരിയളന്തൂർ അങ്ങനെ പറഞ്ഞത്? സുനിൽസ്വാമി നല്ലൊരു ഭക്തനാണ്. അദ്ദേഹം ശബരിമലയിൽ മുഴുവൻ സമയമുണ്ട്. അദ്ദേഹം നിലത്താണ് കിടന്നുറങ്ങുന്നത്. അങ്ങനെ അദ്ദേഹം ഭക്തനെന്നല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സുനിൽസ്വാമി ഈ മറുനാട്ടിൽ നിന്നുള്ള ഭക്തരെ മുഴുവൻ അദ്ദേഹം വഴിയാണ് സന്നിധാനത്തേക്ക് അടുപ്പിക്കുന്നത് എന്നുള്ള ആക്ഷേപം ഒഴിക്കുക. അതുകൊണ്ടാണ് ശ്രീ അജയ് തറയിൽ പറഞ്ഞ് സ്പോൺസർമാരില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ട് സ്പോൺസർമാരില്ല? ഈ ഒരു കാര്യം കൊണ്ട് ഇടത്തട്ടുകാര് ശബരിമലയിൽ എനിക്ക് ചുരുക്കേണ്ടതുണ്ട്. ഹരിയോട് അജയ് തറയിൽ അങ്ങനെ ഒരു വാദം ഉന്നയിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അന്ന് 10-ാം തീയതി തൊഴാൻ പോയ കുടുംബത്തിലെ ഒരാൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശശി, താങ്കളുടെ പേരെന്താണ്? ഒന്ന് ആദ്യം പറയൂ. താങ്കളുടെ കുടുംബമാണോ ശബരിമലയിൽ 10-ന് തൊഴാൻ പോയത്? അതെ, തീർച്ചയായിട്ടും അതെ. എന്തായിരുന്നു താങ്കളുടെ പേര്? എന്റെ പേര് ശശികുമാർ. ശശികുമാർ. യൗവനയുക്തകളായ സ്ത്രീകൾ അടങ്ങുന്ന വലിയ സംഘമാണ് അന്ന് പോയത് എന്നാണ് ആദ്യത്തെ ആക്ഷേപം. ചില ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? 53ഉം 54ഉം വയസ്സായ മാളികപ്പുറങ്ങൾ ശബരിമലയിൽ ദർശനത്തിന് പോകുന്നത് തെറ്റാണോ? പറഞ്ഞോളൂ ബാക്കി. ഒന്ന്. രണ്ടാമത് അവര് കാണാൻ ചിലപ്പോൾ ചെറുപ്പമായിട്ട് തോന്നുന്നുണ്ടാവും. ഇന്നത്തെ കാലത്ത് എല്ലാ സ്ത്രീകളും തലയില് വെള്ള നര കറുപ്പടിച്ചിട്ടാണ് നടക്കുന്നത്. അതൊക്കെ ഒരു ആയിട്ട് തോന്നാൻ പറ്റും നമുക്ക്.
അവരുടെ എല്ലാ റെക്കോർഡ്സും അവർ 5 or 6 റെക്കോർഡ്സ് വേണമെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാണ്. ഒരു സ്ത്രീക്ക് 54, ഒരു സ്ത്രീക്ക് 53 വയസ്സായിട്ടുണ്ട്. നിങ്ങളുടെ സംഘത്തിൽ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു? ഈ പറയുന്ന 2 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, ഞങ്ങളുടെ സംഘത്തിൽ ടോട്ടൽ 40 പേരുണ്ടായിരുന്നു. ഈ 40 പേരിൽ 2 സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? 15 സ്ത്രീകൾ ഉണ്ടായിരുന്നു. മാളികപ്പുറങ്ങളുണ്ടായിരുന്നു. 80 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു ഇതിൽ. ഓക്കെ, ഇതിൽ 2 പേരുടെ കാര്യത്തിൽ മാത്രമേ ദേവസ്വം ബോർഡ് വിജിലൻസിന് സംശയം ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ പാൻ കാർഡ് അടക്കമുള്ള തെളിവുകൾ നൽകി. അതെ, തെളിവുകൾ നൽകി. അതെ, 10-ാം തീയതി ഈ അയ്യപ്പ ഭക്തന്റെ മുന്നിൽ എന്ത് റെക്കോർഡ് വേണമെങ്കിലും അതിന്റെ തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. ശരി, 10-ാം തീയതി സാധാരണഗതിയിൽ പൂജ ഉണ്ടാകാൻ പാടുള്ളതല്ല ശബരിമല കലണ്ടർ അനുസരിച്ച്. 10-ാം തീയതി പൂജ ഉണ്ട് എന്ന് എങ്ങനെ അറിഞ്ഞു? എങ്ങനെ 80 അംഗ സംഘത്തിന് അങ്ങനെ 10-ാം തീയതി പ്രത്യേക അനുമതി ലഭിച്ചു? 10-ാം തീയതി പൂജ അവിടെ ഉണ്ടായിരുന്നു, നട തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് പണ്ട് വർഷങ്ങൾ ഒരുപാട് മുന്നേ ബുക്ക് ചെയ്ത പൂജകളാണത്. കലണ്ടറിൽ ഇല്ലല്ലോ, ശബരിമല കലണ്ടറിൽ 10-ാം തീയതി ഇല്ല. 9-ാം തീയതി രാത്രി 11:30 നട അടച്ചാൽ പിന്നീട് അത് ദേവസ്വം ബോർഡിനോടോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറോടോ ചോദിക്കണം. ഞാനങ്ങനെ പറയാൻ സാധിക്കും. അപ്പൊ 10-ാം തീയതി രാവിലെയാണോ നിങ്ങൾ അവിടെ എത്തിയത്? ഞങ്ങൾ 10-ാം തീയതി അല്ല 9-ാം തീയതി രാത്രി എത്തി. 9-ാം തീയതി രാത്രി. സുനിൽ സ്വാമിയുടെ ബന്ധുവാണോ നിങ്ങൾ? സുനിൽ സ്വാമി എന്റെ അനിയനാണ്. ഓ, സുനിൽ സ്വാമിയുടെ അനിയനാണ് താങ്കൾ? സുനിൽ സ്വാമി എന്റെ അനിയനാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോ നമുക്ക് ചർച്ച കൃത്യമായി കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ സുനിൽ സ്വാമിക്ക് വേണ്ടിയാണ് 10-ാം തീയതി നട തുറന്നു വെച്ചത്. ഇവിടെ ഗൗരവമുള്ള വേറൊരു ചോദ്യമുണ്ട്. കാര്യം തന്ത്രിയാണ് ദേവന്റെ പിതാവെന്ന് പറയുന്നു. ആ തന്ത്രിയെ നിയന്ത്രിക്കുന്നത് സുനിൽ സ്വാമിയാണെങ്കിൽ ഈ സുനിൽ സ്വാമി ആര്? കാര്യം സുനിൽ സ്വാമി പറഞ്ഞിട്ടാണ്. ഞാനൊരു ഡെവിൾസ് അഡ്വക്കേറ്റ് റോൾ എടുത്തോട്ടെ. സുനിൽ സ്വാമി ഈ ചർച്ചയിൽ ഇല്ലല്ലോ. 130 ദിവസവും നിത്യപൂജയ്ക്ക് കൂപ്പൺ എടുത്ത് ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ നിൽക്കാൻ, ഞാനാണ് ഒരു ശബരിമല ഭക്തൻ എന്ന് വിചാരിക്കുക, ഞാൻ നിത്യപൂജയ്ക്ക് കൂപ്പൺ എടുത്താൽ എനിക്ക് അവിടെ പോയി നിൽക്കാനുള്ള അവകാശമില്ലേ? ആർക്ക് തടയാൻ പറ്റും? അത് പൂജകളുള്ള ദിവസത്തെ കാര്യമാണ്. ഇവിടെ പ്രശ്നം മറ്റൊന്നാണ്. പൂജയ്ക്ക് കലണ്ടറിൽ ഇല്ലാത്ത ഒരു ദിവസം പൂജ ഫിക്സ് ചെയ്തുകൊണ്ട് ആ പൂജ ദിവസം എത്തിയതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോ ഈ 10-ാം തീയതിയൊക്കെ പൂജ എന്ന് പറയുന്നത് വെക്കുന്നത് തന്ത്രിക്കും അപ്പുറത്തേക്ക് കടന്നു ചെയ്തെങ്കിൽ ഇയാൾ ആരാണ്? അതെ, അതാണ് ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ വിഷയം. ഇപ്പോ തന്ത്രിക്കും അപ്പുറത്തേക്ക് സുനിൽ സ്വാമി എപ്പോ നട തുറക്കണം എന്ന് തീരുമാനമെടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തന്ത്രിയെ പാവയാക്കി നിർത്തി ചില നിയന്ത്രണങ്ങൾ ശബരിമലയിലുണ്ടോ? ചുരുക്കി പറയണം, എനിക്ക് അവസാനിപ്പിക്കണം. ഇല്ല, പെട്ടെന്ന് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് അഭിപ്രായം പറഞ്ഞത്. ഞാൻ എതിര് പറയുന്നില്ല. പക്ഷേ സുനിൽ സ്വാമി ആണെങ്കിലും ശശിയേട്ടനാണെങ്കിലും വർഷങ്ങളായിട്ട് അവിടെയുള്ള ഏറ്റവും വലിയ ഭക്തരാണ്. അവരടക്കം ഒരുപാട് നല്ല പഴയ MN നമ്പ്യാരെ പോലെ നല്ല കുടുംബങ്ങൾ അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് യാതൊരു തെറ്റും സംഭവിച്ചില്ല. എന്തെങ്കിലും ക്രമത്തിന് എതിരായി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ, അതിനൊരു സമവായത്തിന്റെ പാതയിൽ ചെയ്യാം. തൽക്കാലം ലഭ്യമായ വിവരങ്ങൾ പ്രകാരം അവിടെ തെറ്റുകളോ പ്രശ്നങ്ങളോ സംഭവിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു അന്വേഷണത്തിൽ വരികയും അതൊരു സമവായത്തിന്റെ പാതയിൽ പരിഹരിക്കാൻ ശ്രമിക്കുകയും അതിനെല്ലാവരും ആ വിഷയത്തിൽ ദേവസ്വം ബോർഡിനോടൊപ്പവും മന്ത്രിയോടൊപ്പവും നിൽക്കുമെന്നും ഉറപ്പു പറയാൻ കഴിയും. സുനിൽ സ്വാമി നല്ലൊരു ഭക്തനാണ് എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഹരിയിലന്തൂറിന് പോലും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ശബരിമല അയ്യപ്പന് ലക്ഷക്കണക്കിന്, ഒരുപക്ഷെ കോടിക്കണക്കിന് നല്ല ഭക്തന്മാരുണ്ട് അല്ലെ? എല്ലാ ദിവസവും അയ്യപ്പനെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഭക്തന്മാരുണ്ട്. ആ ഭക്തന്മാരൊന്നും വിചാരിച്ചാൽ ശബരിമല നട തുറക്കില്ല. ഒരു മിനിറ്റ് വൈകി പോയാൽ ഹരിവരാസനം കഴിഞ്ഞാൽ പിന്നെ അവിടെ അവസാനിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരു ഭക്തന് മാത്രമായി ശബരിമല മാറരുത്. എല്ലാ ഭക്തർക്കും ഒരേ അവസരം നൽകുന്ന രീതിയിൽ ശബരിമല മാറണം എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും. സമയക്കുറവുള്ളതുകൊണ്ടാണ്. നാളെ വീണ്ടും ഇതേ സമയം കാണുന്നത് വരെ നമസ്കാരം.